അദ്ദേഹം അതിന് വേണ്ടിയിട്ടാണ് തന്നെയാണല്ലോ, അതിപ്പോൾ കൗൺസിലറാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർഡിലെ ജനങ്ങളും ഒക്കെ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് അദ്ദേഹം അവരുടെ ശബ്ദമായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാവണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തെങ്കിലും അവർക്ക് കിട്ടാൻ കാത്തിരുന്നു എന്ന രീതിയിൽ എനിക്ക് തോന്നുള്ളൂ. ഇത് കാരണം സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് ഇത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല. എനിക്ക് മാത്രമല്ല, ഓപ്പോസിറ്റ് ടീമിലെ കൗൺസിലേഴ്സിൻ്റെ നേരെയും വളരെ മോശം രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. അത് 40 വർഷമായിട്ട് കയ്യിലിരുന്നതല്ലേ, അവരുടെ അസറ്റായിരുന്നു ഇത് തിരുവനന്തപുരം നഗരസഭ. ഇപ്പോൾ കൈവിട്ടു പോയി എന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്വന്തമായിട്ടിരുന്ന പല സ്ഥാപനങ്ങളും അവർക്കൊരു എന്താ പറയുന്നത്, പലപ്പോഴും കാശ് വാങ്ങാനുള്ള യന്ത്രങ്ങളായിരുന്നു പല സ്ഥാപനങ്ങളും ഒക്കെ തന്നെ. അവരുടേതായിട്ടുള്ള പാർട്ടിയിലെ ആളുകളൊക്കെ തന്നെ തിരുവനന്തപുരം നഗരം മൊത്തം തന്നെ മാലിന്യം മുക്തമാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് മാലിന്യത്തിൽ തന്നെ മുങ്ങിക്കിടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പല സ്ഥലത്ത് മനഃപൂർവ്വം മാലിന്യം കൊണ്ട് തള്ളുകയാണ്. നമസ്കാരം. വലിയ വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ തിരുവനന്തപുരം നഗരസഭയിലെ BJP വാർഡ് കൗൺസിലറായ ആർ സുഗതൻ്റെ സത്യപ്രതിജ്ഞ ഇന്നലെയാണ് വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് നടന്നത്. അതേസമയം തന്നെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുൻപിൽ ആർ സുഗതൻ്റെ കൗൺസിലർ സ്ഥാനം ഒഴിവാക്കണം അല്ലെങ്കിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CPM കൗൺസിലർമാരും CPMകാരും വലിയ രീതിയിലുള്ള റിലേ സത്യാഗ്രഹവുമായി രംഗത്ത് വന്നിരുന്നു. കുറേ ദിവസങ്ങളായി നഗരസഭയ്ക്ക് മുൻപിൽ ഈ റിലേ സത്യാഗ്രഹം തുടങ്ങിയിട്ട്. എന്നാൽ ഇന്നലെ ആർ സുഗതൻ്റെ സത്യപ്രതിജ്ഞയോടുകൂടി ആ റിലേ സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് CPM. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഡെപ്യൂട്ടി മേയറായ ആശാനാഥ്. സമരം ഇന്നലെ അവസാനിച്ചു. സുഗതൻ ചേട്ടൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി അവർ കാത്തിരുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. സമരം ചെയ്തതും അവർ അവസാനിച്ചു. ഇവർ എങ്ങനെയെങ്കിലും ആ സമരം അവസാനിപ്പിക്കണമെന്ന ചിന്തയിലായിരുന്നു അവർക്ക്. കാരണം അനിശ്ചിതകാലം പ്രഖ്യാപിച്ചു പോയി, അത് അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇന്നലെ ഒരു അവസരം കിട്ടിയപ്പോൾ അവസാനിപ്പിച്ചു. അതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. റിലേ നിരാഹാര സത്യാഗ്രഹം എന്നായിരുന്നു. ഈ ഉച്ചയാകുമ്പോൾ തീരുന്നതാണോ സമരം എന്നുള്ളതാണ്? അല്ല, ഞങ്ങൾക്ക് പലരും അവരുടെ കൂടെ ഉള്ളവർ തന്നെ 10 മണിക്ക് തുടങ്ങിയാൽ നിങ്ങൾ തന്നെ വന്ന് പരിശോധിച്ചാൽ 12 മണിയാകുമ്പോൾ 10-15 ആളുകൾ പോലും അവിടെ ഇല്ലാത്ത സാഹചര്യമായിരുന്നു. അവരുടെ കൂടെയുള്ളവർ തന്നെ എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞവരും ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അതെങ്ങനെയൊരു അവസരം കിട്ടിയപ്പോൾ അവർ നിർത്തി. ഇപ്പോൾ അനിശ്ചിതകാലം എന്ന് പറഞ്ഞത് ഒരവസരം എങ്ങനെയെങ്കിലും നിർത്തിയെന്നൊരു മനസ്സിലുണ്ടായിരുന്നു, അതങ്ങ് നിർത്തിയത്. ഒരിക്കൽ ശബരിനാഥൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു തൻ്റെ കൊക്കിന് ജീവനുണ്ട് എങ്കിൽ ഈ സുഗതൻ പുറത്തിറങ്ങില്ല എന്നല്ല. സോഷ്യൽ മീഡിയ നിങ്ങൾ തന്നെ അതിൻ്റെ കമൻസൊക്കെ കണ്ടായിരുന്നു, റിപ്ലൈസൊക്കെ പലരും കൊടുക്കുന്നത് കണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തല്ലോ. ഇപ്പം അദ്ദേഹം കൗൺസിലറാണല്ലോ. ബാക്കി നമുക്ക് കാണാം. ഈ പ്രതിപക്ഷം വെല്ലുവിളിച്ചതൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് നേരിട്ടത്. അതൊരു പ്രതിപക്ഷത്തിൻ്റെ പറയാനുള്ള അവകാശമായിട്ട് തന്നെ കാണുന്നു. അത് നല്ല രീതിയിൽ തന്നെ നേരിട്ടു. അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം കൗൺസിലറായി. ഇനി ബാക്കി കൗൺസിൽ പങ്കെടുക്കേണ്ടതും ഒക്കെ തന്നെ നിയമപരമായിട്ട് എന്താണുള്ളത് അത് അങ്ങനത്തെ രീതിയിൽ തന്നെ ചെയ്യും. സുഗതൻ വൈകാതെ പുറത്തിറങ്ങുമോ? ഉറപ്പായിട്ടും അദ്ദേഹം അതിന് വേണ്ടിയിട്ടാണ് തന്നെയാണല്ലോ, അതിപ്പോൾ കൗൺസിലറാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർഡിലെ ജനങ്ങളും ഒക്കെ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് അദ്ദേഹം അവരുടെ ശബ്ദമായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാവണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ വാഴട്ടുകോണം വാർഡിൻ്റെ ശബ്ദമായിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ CPM കൗൺസിലർമാരുടെ പ്രതിഷേധം ഈ നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് കടന്നപ്പോൾ അതിൽ താങ്കളടക്കം ഇരയായിരുന്നു. മേയർക്കും ഉൾപ്പെടെ പരിക്ക് ഉൾപ്പെടെ ഏറ്റിരുന്നു. അതിനുശേഷം ഈ സോഷ്യൽ മീഡിയയിലടക്കം വളരെ മോശമായ രീതിയിൽ താങ്കളെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന ഒരു നിരവധി പരാമർശങ്ങൾ ഉണ്ടായി. അതിലെന്തെങ്കിലും വ്യക്തിപരമായ വിഷമോ എന്തെങ്കിലും തോന്നി? അല്ല, വിഷമമൊന്നുമില്ല. ഞാനത് പലതവണ പറഞ്ഞതാണ്. ഇത് എന്തെങ്കിലും അവർക്ക് കിട്ടാൻ കാത്തിരുന്നു എന്ന രീതിയിൽ എനിക്ക് തോന്നുള്ളൂ. ഇത് കാരണം സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്ക് ഇത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല. എനിക്ക് മാത്രമല്ല, ഓപ്പോസിറ്റ് ടീമിലെ കൗൺസിലേഴ്സിൻ്റെ നേരെയും വളരെ മോശം രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഒരു സംസ്കാരമായിട്ട് മാത്രം ഞാൻ കാണുന്നില്ല. അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്തോട്ടെ, അവർ പഠിച്ചതേ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്യുന്നിട്ടുള്ള സംസ്കാരം, അതിൽ നമ്മൾ വില കൊടുക്കാൻ ഞാൻ വില കൊടുക്കുന്നില്ല. അവരങ്ങനെ ചെയ്തോട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അവരങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ടും ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഇട്ടു എന്ന് പറഞ്ഞിട്ടും കുടുംബപരമായിട്ട് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടും ഞാൻ ഇത് അയ്യോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരാളല്ല എന്ന് ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ട് അങ്ങനെ ഒരിക്കലും വിഷമിച്ചിരിക്കാൻ പോകുന്നില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ അതുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ലേലത്തിൻ്റെ കാര്യം, കരാർ തീർന്ന കടകൾ ലേലം വയ്ക്കുന്ന കാര്യമായാലും ഒക്കെ തന്നെ, അതുപോലെ മറ്റു പല തിരുവനന്തപുരം നഗരസഭയുടേതായിട്ടുള്ള പല പ്രോപ്പർട്ടീസും ഒക്കെ തന്നെ
ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോലും പ്രവർത്തിക്കാത്ത പല സ്ഥാപനങ്ങളുണ്ട്. പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെ അടയ്ക്കാത്തതുകൊണ്ട് വർഷങ്ങളായിട്ട് ഒരുപാട് കുടിശ്ശിക വരുന്നതുണ്ട്. ഞാൻ ഇതൊക്കെ തന്നെ തയ്യാറായിട്ട് അതിൻ്റെ ലിസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. എനിക്കിതൊന്നും മൈൻഡ് ചെയ്യാൻ സമയമില്ല. കാരണം 10-40 വർഷമായിട്ട് അവിടെ നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരേണ്ടതാണ് നമ്മൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കിലാണ് ഞാൻ. അപ്പോൾ ഞാൻ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി എന്തൊക്കെ പറഞ്ഞ് തളർത്തിയാലും അതൊന്നും കണ്ടു വീഴുന്ന ഒരാളല്ല ഞാൻ. ഇനിയും എൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ സുഗതൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇനി 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായി രേഖ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഒരു കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുത്തില്ല എങ്കിൽ അയോഗ്യതയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ്. അതിൻ്റെ ക്ലോസുകൾ പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇനി ലീവ് ആപ്ലിക്കേഷൻ അങ്ങനെ എന്തൊക്കെയോ കൊടുക്കാം. അത് തീർച്ചയായിട്ടും നമ്മുടെ മേയർ തന്നെ സൂചിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അത് നിയമപരമായിട്ട് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് മേയർ തന്നെ സൂചിപ്പിക്കും. CPMൻ്റെ മുൻ മന്ത്രി ഉൾപ്പെടെ മുട്ടിന് നഗരസഭയ്ക്കെതിരെ എന്തെങ്കിലും പറയാൻ വേണ്ടി പ്രസ് മീറ്റ് നടത്തുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു അസഹിഷ്ണുത എന്നുള്ള ചോദ്യമാണ്. അത് 40 വർഷമായിട്ട് കയ്യിലിരുന്നതല്ലേ, അവരുടെ അസറ്റായിരുന്നു ഇത് തിരുവനന്തപുരം നഗരസഭ. ഇപ്പോൾ കൈവിട്ട് പോയി എന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്വന്തമായിട്ടിരുന്ന പല സ്ഥാപനങ്ങളും അവർക്കൊരു എന്താ പറയുന്നത്, പലപ്പോഴും കാശ് വാങ്ങാനുള്ള യന്ത്രങ്ങളായിരുന്നു പല സ്ഥാപനങ്ങളും ഒക്കെ തന്നെ. അവർക്ക് എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ ഓടിച്ചെന്ന് കാശ് ചോദിക്കാനുള്ള സ്ഥലങ്ങളായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ പല കോൺട്രാക്ടർമാരായാലും പല സ്ഥാപനങ്ങളും ഒക്കെ തന്നെ. ഇപ്പോൾ അവർക്കത് പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തങ്ങളുടെ കയ്യിലിരുന്നതാണ് നഷ്ടപ്പെട്ടു പോയെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസവും ഓരോ ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ടുവരുന്നത്. ഇതൊന്നും ഞങ്ങളാരും കാര്യമാക്കുന്നില്ല. ഇപ്പോൾ തന്നെ അതേതേക്കാണല്ലോ ജയിച്ചേച്ചി വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ട് വാർഡ് തലത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ കൗൺസിലർമാരായാലും ആരും തന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവരവരുടെ വാർഡുകളിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറാത്തത് മാറുമെന്നെല്ലാം തന്നെ പറഞ്ഞു വന്നതാണ്. അത് മറ്റൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് എന്തെങ്കിലും, കാരണം ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഒന്നുകിൽ സോഷ്യൽ മീഡിയ വഴി വനിതകളായിട്ടുള്ള കൗൺസിലേഴ്സിനെ അടക്കം സൈബർ ബുള്ളിങ് നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ട. ഇപ്പോൾ മാലിന്യത്തിൻ്റെ കാര്യത്തിലാണ് അവർ അത് പറയുന്നത്. പക്ഷേ മാലിന്യം കൊണ്ട് തള്ളിയത് ആരാണ്? അവരുടേതായിട്ടുള്ള പാർട്ടിയിലെ ആളുകളൊക്കെ തന്നെ തിരുവനന്തപുരം നഗരം മൊത്തം തന്നെ മാലിന്യം മുക്തമാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് മാലിന്യത്തിൽ തന്നെ മുങ്ങിക്കിടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പല സ്ഥലത്ത് മനഃപൂർവ്വം മാലിന്യം കൊണ്ട് തള്ളുകയാണ്. അത് 1-2 വ്യക്തികൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അത് 1-2 മാത്രം നമ്മൾ പിടിച്ചതാണ്. നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. പല ക്യാമറകളില്ലാത്ത സ്ഥലത്തും ഇതുപോലെ പുറത്തുനിന്നുള്ള പല മാലിന്യങ്ങളും കൊണ്ട് തള്ളുന്നുണ്ട്. ഇത് നമ്മൾ പിടിച്ചത് മാത്രമാണ് നിങ്ങൾ പുറത്തു വന്നത്. അതല്ല, നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്ക്വാഡ് ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും നഗരസഭയ്ക്ക് മുൻപിൽ CPMകാർ നടത്തിയിരുന്നത് റിലേ നിരാഹാര സത്യാഗ്രഹ സമരമായിരുന്നു. എന്നാൽ ആ റിലേ നിരാഹാര സത്യാഗ്രഹ സമരം ഉച്ചവരെ പോലും നീണ്ടു നിന്നിരുന്നില്ല. അതായത് എല്ലാ ദിവസവും രാവിലെ ഒരു 10-10:30 ആകുമ്പോൾ തുടങ്ങും. അത് 11:30 കൂടിയാൽ 12 മണിവരെ ആ സമരം ഉണ്ടായിട്ടുള്ളൂ. നമ്മളടക്കം അത് നേരിൽ കണ്ടതാണ്. ആ സമരം നിലവിലിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഏറെ പരിഹാസ്യ രൂപേണയാണ് ആ സമരത്തെ ആ വഴിയിലൂടെ സഞ്ചരിച്ചവർ ഉൾപ്പെടെ നോക്കിക്കണ്ടത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.